പ്രാണനിൽ നീ മാത്രം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അമ്മ രാവിലെ തന്നെ എങ്ങോട്ട് പോകാൻ ഈ റെഡിയായി നിൽക്കുന്നത്? നിനക്കറിയില്ല അല്ലി, നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞാണല്ലോ. അമ്മേനോടെല്ലാം പറഞ്ഞിരുന്നു, പക്ഷെ അമ്മ തീരുമാനം മാറ്റുന്ന ഞാൻ കരുതിയത്. എനിക്ക് ഇപ്പോഴും അമ്മയെ മനസ്സിലാവുന്നേ ഇല്ല. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റല്ല അല്ലി. ആള് നോക്കി ഉറച്ച ശബ്ദത്തോടെ അവർ മറുപടി പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ അമ്മേ, സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? ഒരു ഭാര്യയ്ക്ക് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാ അമ്മ ഈ ചെയ്തു കൂട്ടാൻ പോകുന്നത്. അത് പറയുമ്പോഴുള്ള അവരുടെ വാക്കുകളിലെ കടുപ്പം അവർക്ക് മനസ്സിലായിരുന്നു. അലി, തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിന്റെ അച്ഛനും ലേഖയും. പക്ഷെ അതിന് നമ്മൾ എന്തിനു മീരയെ ശിക്ഷിക്കുന്നു? നീ എത്രയൊക്കെ നിഷേധിച്ചാലും മീര നിന്റെ കൂടപ്പിറപ്പല്ലാതെ ആവുന്നില്ല. കൂടപ്പിറപ്പ്? അലി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഇത്രയും നാൾ അലിക്ക് ഒരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നില്ല. അലി എന്ന് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു ബന്ധവും അലിക്ക് ഇനിയും വേണ്ട. തന്റെ അടുത്തോടെ പറയുന്നവളെ രേണുക വിഷമത്തോടെ നോക്കി. അമ്മ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്ക്. അവസാനമായി എന്നോണം അവൾ ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞു. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് തിരിച്ച് ഞാനും കൂടി ചെയ്ത, പിന്നെ അയാളും ഞാൻ തമ്മിൽ എന്താ മോളെ വ്യത്യാസം? രേണുക്ക് പറയാൻ അവരുടേതായ ശരികളുണ്ടായിരുന്നു. അമ്മയോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അല്ലി ദേഷ്യത്തോടെ അവർ നോക്കി. ആ കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നീ അതിനോട് നിന്റെ ദേഷ്യമൊന്നും കാണിച്ചേക്കരുത്. ഇല്ല, ഞാൻ ഒന്നിനും. അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ച് പോകുന്നവളെ അവർ വേദനയോടെ നോക്കി നിന്നു. നാട്ടിൻ പുറത്തുകാരിയായിരുന്ന രേണുകയെ വിവാഹം കഴിച്ച് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന മാധവനായിരുന്നു. പേരിയേട്ട തറവാട്ടിലെ ഒരേ ഒരു ആൺതരി. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അവരുടെ ജീവിതത്തിന് ഇരട്ടി മധുരം എന്ന പോലെ അവർക്കിടയിൽ അലങ്കൃത എന്ന അവരുടെ അല്ലിമോൾ കൂടി കടന്നു വന്നു. ഇടക്ക് മാധവന് കണ്ണൂരിലെ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. അയാളുടെ അമ്മ തനിച്ചായതുകൊണ്ട് തന്നെ രേണുകയും അല്ലിയും അവർക്കൊപ്പം തറവാട്ടിൽ താമസമാക്കി. ദിവസവും മാധവൻ വിളിക്കുകയും അവധി ദിവസങ്ങളിൽ അവർ വന്ന് കാണുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് എപ്പോഴും അയാളുടെ ഫോൺ വിളികൾ കുറഞ്ഞു വന്നു. നാട്ടിലേക്കുള്ള വരവ് നിലച്ചു. അയാളുടെ ഈ മാറ്റത്തിൽ ഭയം തോന്നിയ രേണുക ഏട്ടനായ രാജീവിനെയും കൂട്ടി കണ്ണൂർക്ക് പുറപ്പെട്ടു. അവിടേക്ക് ചെല്ലുമ്പോൾ അയാൾ ലേഖ എന്ന സ്ത്രീക്കൊപ്പം താമസം തുടങ്ങിയിരുന്നു. ലേഖ, ആ ഓർമ്മയിൽ രേണുകയുടെ കണ്ണുകൾ ചുവന്നു, ഉടലൊന്ന് വിറച്ചു. തന്റെ ജീവിതം നശിപ്പിച്ച് എന്റെ അല്ലിക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെടുത്തിയവൾ. മാധവന്റെ സഹപ്രവർത്തകയും അവിവാഹിതയുമായിരുന്ന ലേഖ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. അയാൾക്കൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരയാളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ലേഖയെ ഉപേക്ഷിക്കാൻ മാധവന് ഒരുക്കമായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, കോടതിയായി, കേസായി, അങ്ങനെ നീണ്ടുപോയി. തനിക്ക് തന്റെ ഭർത്താവിനെയും 3 വയസ്സുകാരിയെ തന്റെ മകൾക്ക് അവരുടെ അച്ഛനെയും വേണമെന്ന് കോടതിയിൽ രേണുക വാദിച്ചു. എന്നാൽ മാധവൻ രേണുക്കൊപ്പം പോവാൻ ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ ലേഖയുടെ വയറ്റിൽ മാധവന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് അറിഞ്ഞോടെ രേണുക അയാളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. മാധവനിൽ നിന്ന് ഒരു രൂപ പോലും രേണുക സ്വീകരിച്ചില്ല. പകരം വീട്ടുജോലി ചെയ്ത് അലിയെ അവർ വളർത്തി. അലി വളരുമ്പോൾ അച്ഛനുള്ള വെറുപ്പ് കൂടി വന്നു. അയാളുള്ള വാശിയിൽ അലി നന്നായി പഠിച്ച് ജോലി നേടി. അച്ഛനെ പോലെ തന്നെ അവൾ ഇന്നൊരു ഹൈസ്കൂൾ അധ്യാപികയാണ്. രേണുകയേക്കാൾ അയാളോട് വാശിയും ദേഷ്യവും അല്ലിക്കായിരുന്നു കൂടുതൽ. ഈ ജീവിതത്തിനിടയിൽ അവൾ ഒരുപാട് സഹിച്ചു. അതുകൊണ്ട് തന്നെയാവും അവളൊരു തൻ്റെടി അഹങ്കാരിയൊക്കെയായി മാറിയത്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അച്ഛനമ്മമാരുടെ സ്നേഹമറിഞ്ഞ് വളർന്നപ്പോൾ അല്ലി അച്ഛനില്ലാത്തവളെന്ന മറ്റുള്ളവരുടെ പരിഹാസം കേട്ടാണ് വളർന്നത്. ജീവിതത്തിൽ ഒരച്ഛൻ്റെ സ്നേഹവും കരുതലും വേണ്ടി വന്നപ്പോഴൊക്കെ അവൾക്ക് രേണുക മാത്രമായിരുന്നു തുണ. അമ്മ എന്ന് വെച്ചാൽ ആൾക്ക് ജീവനാണ്. അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചാൽ അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആരുടെ മുഖത്ത് നോക്കി എന്തും തൻ്റെ അടുത്തോടെ പറയാൻ ധൈര്യമുള്ളവൾ. ഇവിടെ അല്ലിക്ക് അച്ഛൻ്റെ സ്നേഹം നിഷേധിക്കപ്പെട്ടപ്പോൾ അവിടെ മീര അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞ് തന്നെ വളർന്നു. കുത്തുവാക്കുകൾക്കും ഒറ്റപ്പെടലിനും നടുവിലാണ് അല്ലി വളർന്നത്. ആ ഓർമ്മയിൽ രേണുകയുടെ മിഴികൾ നിറഞ്ഞു. പിന്നീട് വർഷങ്ങളോളം അവരയാളെയോ ലേഖയോ കണ്ടിട്ടില്ല. അയാളുടെ അമ്മയ്ക്കൊപ്പം തറവാട്ടിൽ തന്നെയായിരുന്നു രേണുകയുടെയും അല്ലിയുടെയും താമസം. അവരുടെ മരണത്തോടെ അവിടെ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വന്നു. ബന്ധുക്കളെല്ലാം ചേർന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നതാവും ശരി. പിന്നീട് രേണുകയുടെ ഏട്ടൻ അവർക്കൊരു വാടക വീട് ഏർപ്പാടായി കൊടുക്കുകയും രേണുക വീടുകളിൽ പോയി ജോലി ചെയ്തും മറ്റും അലിയെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഈയിടയ്ക്ക് രേണുകയുടെ ഏട്ടൻ രാജീവന്റെ ഫോൺ വരുന്നു. ഒരാക്സിഡന്റിൽ ലേഖ മരിച്ചെന്നും മാധവൻ കിടപ്പിലായെന്നും. മരിക്കുന്നതിന് മുമ്പ് മാധവൻ അല്ലിയെ രേണുകയൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിക്കാൻ രേണുക കഴിയുമായിരുന്നില്ല. എന്നാൽ അല്ലി അയാളെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോയില്ല. അല്ലിയുടെ വാക്കുകൾ ധിക്കരിച്ച് രേണുക അയാളെ കാണാൻ പോയി. മരണക്കിടക്കിൽ അയാൾ രേണുകയുടെ കൈപ്പിടിച്ച് മാപ്പിരന്നു. മരിക്കുന്നതിന് മുമ്പ് അയാളൊന്ന് അവരോട് ആവശ്യപ്പെട്ടു. മീര അവളെ തനിച്ചാക്കരുതെന്നും ഒപ്പം കൂട്ടണമെന്നുമായിരുന്നു അയാളുടെ ആവശ്യം. മീരയിൽ രേണുക അല്ലിയെ തന്നെയാണ് കണ്ടത്. അവർ ചെയ്ത തെറ്റിന് കാലം അവർക്ക് ശിക്ഷ കൊടുത്തു. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു രേണുകയ്ക്ക് ഇഷ്ടം. ഒരു തെറ്റും ചെയ്യാത്ത മീരയെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ രേണുകയ്ക്ക് ആവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളൊരു മകളായിട്ട് അവർ സ്വീകരിച്ച് കഴിഞ്ഞിരുന്നു. ജീവന്റെ അവസാന തുടിപ്പിലും മാധവൻ അല്ലിയെ ഓർത്ത് തേങ്ങി. അവളോട് ചെയ്തു പോയ തെറ്റുകളോർത്ത് നീറിയാണ് അയാൾ മരിച്ചത്.
ഇന്നാണ് മീരയെ കൂട്ടാൻ രേണുക പോവാമെന്ന് പറഞ്ഞിരുന്നു. അലി അമ്മയുടെ ആ തീരുമാനത്തെ ഒരുപാട് എതിർത്തെങ്കിലും അതിന് ഫലമുണ്ടായില്ല. പുറത്തെ കാറിന്റെ ഹോണടി കേട്ടുകൊണ്ടാണ് അലി താഴേക്ക് ചെല്ലുന്നത്. കാറിൽ നിന്നിറങ്ങുന്ന ശ്രീഹരിയെ കണ്ട അലിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഓഹോ, അപ്പൊ ശ്രീഹരിനും കൂടി അറിഞ്ഞിട്ടാണല്ലേ ഈ കോപ്രായൊക്കെ നടക്കുന്നത്? എന്ത് കോപ്രായം നടക്കുന്ന കാര്യ നീ പറയുന്നത്? ഒന്നും മനസ്സിലാവാത്ത പോലെ ശ്രീഹരി അവളോട് ചോദിച്ചു. എന്നെ അമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീ ഒരു കുഞ്ഞിനെയും ജനിപ്പിച്ചിട്ട് ആ കുട്ടി എൻ്റെ അമ്മയെ ഏറ്റെടുക്കണമെന്ന് പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നി ശ്രീയേട്ടാ? ഇതൊക്കെ ശ്രീയേട്ടനും കൂടി അറിഞ്ഞിട്ടാണെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ കഴിയാത്ത. അലി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. അങ്കിൾ നിങ്ങളോട് ചെയ്തൊക്കെ തെറ്റാണ്. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ ആന്റിയുടെ കൂടെയാ. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെ പറ്റി നിനക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ അല്ലി. അവളെ തനിച്ചാകാൻ എനിക്കാവില്ല. ഉറച്ച സ്വരത്തോടെ ശ്രീ പറയുമ്പോൾ അലിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് രേണുക അവിടേക്ക് വന്ന്. ശ്രീ പോവാ. രേണുക അലിയൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറി പോകുന്നവളെ രേണുക ദയനീയമായി ഒന്ന് നോക്കി. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ, നീ വണ്ടി എടുക്ക്, നമുക്ക് പോവാം. അവരെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് അവൻ വണ്ടിയെടുത്തു. മുകളിലെത്ത നിലയിൽ നിന്നും അവരുടെ പോക്ക് നോക്കി അലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ഒരിക്കലും കരയില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അറിയാതെ മിഴികൾ നിറഞ്ഞു. കൈപ്പേറിയ ഭൂതകാലം ഒരിക്കൽ കൂടി കൺമുമ്പിൽ തെളിഞ്ഞതും മിഴികൾ ഇറുക്കെ പൂട്ടിയവൾ. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശ്രീയുടെ കാർ അലിയുടെ വീടിനുമ്പിൽ വന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങി വരുന്ന മീരയെ കണ്ടതും അലിക്ക് ദേഷ്യം എവിടുന്നൊക്കെയോ ഇരച്ചേരാൻ തുടങ്ങി. മീര, തന്റെ അച്ഛന്റെ മകൾ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. കാണാൻ അച്ഛനെ പോലെ അല്ല, ചിലപ്പോൾ അവരെ പോലെ ആയിരിക്കണം. സുന്ദരിയാണ് കാണാൻ. അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു അല്ലി. മീര വീടും പരിസരവും എല്ലാം കൗതുകത്തോടെ നോക്കുന്നുണ്ട്. മീരയെ തന്നെ നോക്കി നിൽക്കുന്ന അലിയുടെ അടുത്തേക്ക് ശ്രീ നടന്നു. അലി, ദേ നീ പോയി അവളെ അകത്തേക്ക് ക്ഷണിക്കുക. ദേ ശ്രീയേട്ടാ, എന്റെ ഇഷ്ടത്തിനാണോ നിങ്ങൾ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അല്ലല്ലോ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ആരുടെയും നിലവിളക്കായിട്ട് അവൾ അകത്തേക്ക് ആനയിച്ച് കയറ്റാം. എന്താ, മതിയോ? അവളുടെ വാക്കുകളുടെ പരിഹാസം ശ്രീഹരിയെ ചൊടിപ്പിച്ചു. അല്ലെങ്കിലും അഹങ്കാരം തലക്കുടിച്ചിടക്കുന്ന നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത്രയും പറഞ്ഞവൻ ദേഷ്യത്തോടെ മീരക്കടുത്തേക്ക് നടന്നു. അവളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ശ്രീ, അത്രയ്ക്ക് എൻ്റെ മോൾ അനുഭവിച്ചിട്ടില്ലേ? നിർവികാരമായി അവൾ നോക്കിക്കൊണ്ട് രേണുക പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട മീരക്ക് വല്ലാത്ത സങ്കടം തോന്നി. തൻ്റെ അമ്മ ഒരാൾ കാരണം എത്ര പേരുടെ ജീവിതമാണ് തകർന്നതെന്നോർക്കെ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. മോളെ, അല്ലി അല്പം വാശിയും ദേഷ്യമൊക്കെയുള്ള കൂട്ടത്തിലാ. നിന്റെ അച്ഛനോടും അമ്മയോടും പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ അവൾക്കാവില്ല. പക്ഷേ സാവധാനം അവൾ മോളെ സ്നേഹിക്കും. അത് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അധികമൊന്നും എൻ്റെ അല്ലിക്കാരെയും വേദനിപ്പിക്കാനാവില്ല മോളെ. മീരയുടെ മനസ്സറിഞ്ഞെന്ന പോലെ അവർ പറഞ്ഞു. വാതിൽക്കൽ മീരയെ തന്നെ നിന്ന് നോക്കി ദയിപ്പിക്കുകയാണ് അല്ലി. അല്ലിയെ നോക്കി മീര സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അവളോടുള്ള ദേഷ്യ അണപ്പല്ലിൽ കടിച്ചമർത്തി വെട്ടിത്തിരിഞ്ഞവൾ അകത്തേക്ക് നടന്നു. അത് കണ്ടുന്ന മീരയ്ക്ക് വല്ലാതെ വേദനിച്ചു. എങ്കിലും അവളൊരു പുഞ്ചിരിയുടെ ആവരണ മുഖത്തണിഞ്ഞ് അകത്തേക്ക് നടന്നു. ശ്രീഹരിയെ പറ്റി പറഞ്ഞില്ലല്ലോ. രേണുകയുടെ ഏട്ടൻ രാജീവിന്റെയും ഭാര്യ സിന്ധുവിന്റെയും ഏക മകൻ. ആൾക്ക് ബാങ്കിലാണ് ജോലി. ഈയിടൊക്കെ പറഞ്ഞുറപ്പിച്ചാണ് ശ്രീയുടെ അലിയുടെയും വിവാഹം. അലിക്ക് ശ്രീ എന്നാൽ ജീവനാണ്. മോളെ, ഇനി മുതൽ നിന്റെ റൂമിൽ ഇതാ കേട്ടോ. കയറി ചെല്ലുന്ന ഹാളിനടുത്തുള്ള ഒരു മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേണുക പറഞ്ഞു. എന്നാ മോള് പോയി ഫ്രഷായി വാ. മീര അവർ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ശ്രീ കയറുന്നില്ലേ? ഇല്ലാണ്ടി, ഞാൻ പോവാ. ബാങ്കിൽ നിന്ന് ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടാ വന്ന്. ഞാൻ സൺഡേ വരാം. അതും പറഞ്ഞവൻ മീരയുടെ റൂമിലേക്ക് ഒന്നുകൂടെ നോക്കി. ശേഷം വണ്ടിയെടുത്ത് അവിടുന്ന് പോയി. മീര തന്നെ മുറിയൊന്ന് കണ്ണോടിച്ചു. സാമാന്യം ഭേദപ്പെട്ടൊരു മുറിയായിരുന്നു അത്. നല്ല വൃത്തിയിൽ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചുമരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോസിലേക്ക് മീരയുടെ കണ്ണുകൾ പായുന്നു. രേണുകയുടെ തോളിലൂടെ കൈയിട്ട് പുഞ്ചിരിക്കുന്ന അല്ലിയുടെ ഫോട്ടോ. ചേച്ചി എന്ത് സുന്ദരിയാ! കരിനീല കണ്ണുകളും കട്ടിയുള്ള പുരികങ്ങളും നീണ്ട മുഖവും കാണാൻ തന്നെ എന്തൊരു ഭംഗി. ചേച്ചിനെ എന്നാണ് ഇതുപോലെ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്. അലിയുടെ ഫോട്ടോയിലേക്ക് തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ മീര വീട്ടിലെ ഒരു അംഗമായി മാറി. രേണുകയുമായി അവൾ പെട്ടെന്നടുത്തു. അവളിപ്പോൾ എംകോമിന് പഠിക്കുന്നു. അലി ഇപ്പോഴും മീരയുമായി അകൽച്ചയിൽ തന്നെയാണ്. മീരക്ക് അലിയോട് മിണ്ടാൻ ആഗ്രഹമുണ്ടെങ്കിലും അലിയുടെ തുറിച്ചു നോട്ടത്തിൽ മീര ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങും. പിന്നെയുള്ള മീരയുടെ കൂട്ട് ശ്രീഹരിയാണ്. അവൻ ഇടയ്ക്കിടക്ക് അവിടേക്ക് പോവാറുണ്ട്. ഗൗരവക്കാരനായ ശ്രീയുടെ മീരയോടുള്ള പെരുമാറ്റവും അടുപ്പവും അലിയിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത നിറച്ചു. അതിന് കാരണം അവനൊരു പരിധിയിൽ കൂടുതൽ അലിയോട് അടുപ്പമോ സ്നേഹമോ കാണിക്കാതിരിക്കുന്നത് തന്നെയാണ്. ഇടയ്ക്കിടക്ക് അവൻ മീരയും കൂട്ടി പുറത്തേക്ക് പോവുകയും ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. ശ്രീയേട്ടൻ തന്നിൽ നിന്ന് അകലുകയാണെന്ന് പോലും അവൾ ചിന്തിച്ചു. മീരയോടുള്ള അലിയുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശ്രീ അവളെ അകറ്റി നിർത്തി. എന്നാൽ പെട്ടെന്നൊരു ദിവസം അനിയത്തിയാണെന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലെന്ന് അലിയും തീർത്തു പറഞ്ഞു. ഒരു ദിവസം നല്ല തലവേദന ആയതുകൊണ്ട് തന്നെ അലി സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. രേണുക അന്ന് വീട്ടിലുണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു. വീടിന്റെ മുറ്റത്ത് കിടന്നിരുന്ന ശ്രീഹരിയുടെ ചെരുപ്പും ബൈക്കും കണ്ടപ്പോൾ അലിക്ക് എന്തോ ഭയം തോന്നി. ശ്രീയേട്ടനെന്താ ഈ സമയത്ത്? മീരയ്ക്ക് ഇന്ന് കോളേജിൽ പോകണ്ടല്ലോ. അപ്പൊ അവളുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതാവോ?
മനസ്സിൽ ഉരുണ്ടുകൂടിയ 1000 സംശയങ്ങളോടെ അവൾ അകത്തേക്ക് ചൂടുവെച്ചു. മീരയുടെ മുറിയിൽ കേൾക്കുന്ന ശ്രീഹരിയുടെ പുഞ്ചിരിയിൽ അവളുടെ സകല നിയന്ത്രണവും നഷ്ടമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന മീരയിലും അവളുടെ കയ്യിലായി കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശ്രീഹരിയിലും അലിയുടെ കണ്ണുകൾ നീണ്ടു. ഈ കാഴ്ച അലിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എടി, ഒരലർച്ച തന്നെയായിരുന്നു അല്ലിയുടെ. നിന്റെ അമ്മ എന്റെ അച്ഛനെ വശീകരിച്ച പോലെ നീയും എന്റെ ശ്രീഹരിനെ എന്തെങ്കിലും തട്ടിയെടുക്കാണോ? ചോദിക്കുന്നതിനൊപ്പം മീരയുടെ മുടിക്കുത്തിൽ പിടിച്ച അവളുടെ കവളിൽ മാറി മാറി അടിച്ചു അല്ലി. അലിയുടെ ഈ പ്രവൃത്തി കണ്ട സ്ത്രീ ഒരു നിമിഷം പകച്ചെന്ന് പോയെങ്കിലും പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് അലിക്കടുത്തേക്ക് പാഞ്ഞു. തൊട്ടുപോയതോളെ! അലിയിൽ നിന്നും മീരയെ മോചിപ്പിച്ചുകൊണ്ട് സ്ത്രീ അലറി. ശേഷം അവന്റെ കൈയോടെ കവളിൽ പതിഞ്ഞു. നീ എന്താടി പറഞ്ഞ്? ഇവളെന്നെ മയക്കിയെന്നോ? ഇതുവരെ ഞാൻ ഇവൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നു മുതൽ ഞാൻ അവളെ കാണും. ഇവൾ ഈ ശ്രീഹരിയുടെ പെണ്ണാ. മീരയെ തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ടവൻ അലിയോട് പറഞ്ഞു. എനിക്ക് നിന്നെ വെറുപ്പാണല്ലി, അറപ്പാ. അല്ലെങ്കിൽ നീ അയാളുടെ വിവാഹത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ആന്റിയുടെ സങ്കടം കണ്ടപ്പോ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. അവന്റെ വാക്കുകൾ കേട്ട അല്ലി ഒരു നിമിഷം തറഞ്ഞെന്ന് പോയി. അപ്പോഴും തന്നെയുള്ള ദേഷ്യം കൊണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നെന്നാണ് അവൾ കരുതിയത്. മീരയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നെറുകിലായി ചുംബിക്കുന്നവനെ കണ്ട് ഈ നിമിഷം മരിച്ചു പോയെങ്കിലെന്ന് അവൾ ആശിച്ചു. ശ്രീയേട്ടാ, അറിയാതെ ഒന്ന് വിളിച്ചുപോയി അവൾ. അവന്റെ പ്രവൃത്തിയിലൊന്നും എതിർക്കാൻ പോലും കഴിയാതെ മീരയും തളർന്നു പോയിരുന്നു. ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു ശ്രീഹരി. ഞാൻ വേദനിക്കുന്ന എന്താ ശ്രീയേട്ടൻ കാണാത്തത്? പലരും അച്ഛനില്ലാത്തവളെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും അകറ്റി നിർത്തിയപ്പോഴും ഇനി ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ശ്രീയേട്ടൻ? അലിയുടെ ദുഃഖം കാണാൻ കഴിയാത്ത ശ്രീയേട്ടന് മീരയുടെ ദുഃഖം മാത്രം ഇങ്ങനെ കാണാൻ കഴിയുന്നു. അത് ചോദിക്കുമ്പോൾ അലിയുടെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. അലിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ശ്രീ മറ്റെങ്ങോ നോക്കി നിന്നു. നീ ഒന്നോർത്തോ മീര, ശ്രീയേട്ടൻ എന്നിൽ നിന്ന് അകറ്റിയ നിന്നെ ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ട. എന്റെ അമ്മ ക്ഷമിച്ച പോലെ ഞാൻ ക്ഷമിക്കില്ല നിന്നോട്. ശ്രീയുടെ മാറിൽ മുഖം ചേർത്ത് കരയുന്നവളെ നോക്കി അലി ഭീഷണിയോടെ പറഞ്ഞു. ആരെയാണ് നീ ഭീഷണിപ്പെടുത്തുന്നത്? അലിക്ക് നേരെ ചീറിക്കൊണ്ട് ശ്രീ ചോദിച്ചു. എന്റെ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ സംരക്ഷിക്കോളെ. ഒന്നുകൂടി മീരയുള്ള പിടിമുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. തിരിച്ചൊന്നും പറയാതെ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി അല്ലി. ശേഷം ബാഗ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് കട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ശ്രീ അല്ലിയെ കണ്ടാലും മിണ്ടാറില്ല. ശ്രീയുടെ അവഗണന അലിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ മകളുടെ അവസ്ഥയോർത്ത് രേണുകയും മിഴിനീർ പൊഴിച്ചു. മീരയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു രേണുക അപ്പോൾ. ശ്രീഹരിയോട് അലിക്ക് വേണ്ടി പലതവണ രേണുക സംസാരിച്ചുവെങ്കിലും അവൻ അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ശ്രീയുടെ അവഗണന അലിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ശ്രീ കുറച്ചുകൂടി മീരയോട് അടുത്തു. ചേച്ചിയോട് ചെയ്യുന്ന തെറ്റാണെന്ന ചിന്ത പലതവണ അവളിൽ ഉണ്ടായെങ്കിലും അലിയെ ഇനി ശ്രീ സ്വീകരിക്കില്ലെന്ന തോന്നലിൽ അവളും പതിയെ പതിയെ അവനെ സ്നേഹിച്ചു തുടങ്ങി. എന്നാൽ അല്ലിയാകെ തകർന്നു പോയിരുന്നു. അവളുടെ പഴയ പ്രസരിപ്പും സന്തോഷവും എങ്ങോ മാഞ്ഞു പോയിരുന്നു. മീരയുടെയും ശ്രീഹരിയുടെയും സംസാരം കേട്ടുകൊണ്ടാണ് അലി സ്കൂളിൽ നിന്ന് വന്നത്. വന്നപ്പോഴേ കണ്ടു മീരയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സ്ത്രീയെ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ശ്രീയേട്ടൻ ഞാൻ നിങ്ങളെ നഷ്ടാവുമെന്ന് ഭയന്നല്ലേ മീരയെ തല്ലിപ്പോയത്? അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരണമായിരുന്നോ? മൗനമായി അവൾ അവനോട് കണ്ണീരോടെ ചോദിച്ചു. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അവൾ അവിടെ നിന്നും പോയി. അലിയുടെ വേദന മനസ്സിലാക്കിയ രേണുക്ക് മീരയോടും സ്ത്രീയോടും ദേഷ്യം തോന്നി. തന്റെ മകളുടെ ജീവൻ തകരാൻ കാരണക്കാരി താനാണെന്ന കുറ്റബോധം അവരെ വേട്ടയാടി. അലിയുടെ കണ്ണുകളിൽ അപ്പോൾ കണ്ട വേദനയിൽ ശ്രീഹരി മനസ്സറിഞ്ഞ് ചിരിച്ചു. അവളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവളോട് അങ്ങനെ പെരുമാറിയത്. കുറച്ച് കണക്കൂട്ടലുകളുമായി ഒരു ദിവസം രാജീവനും സിന്ധു അലിയുടെ വീട്ടിലേക്ക് വന്നു. ശ്രീക്ക് മീരമോളെ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്തിയാലോ രേണു? അയാളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ രേണുകൊന്ന് ഞെട്ടി. അടുത്ത് നിൽക്കുന്ന അല്ലിയെ നോക്കിയപ്പോൾ അവളിൽ പ്രത്യേകിച്ച് ബാബേതൊന്നും അവർ കണ്ടില്ല. എന്താ ശ്രീ നിന്റെയും മീരയുടെയും തീരുമാനം? അവന്റെ തീരുമാനം അറിയാമെങ്കിലും ഒന്നുകൂടി അവർ ചോദിച്ചു. എനിക്ക് മീരയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് മീര വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണ്. പ്രതീക്ഷിച്ചതാണെങ്കിലും അല്ലിക്ക് നെഞ്ചു വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അല്ലീനി എന്തിനല്ലേ അമ്മായി? അല്ലിക്ക് സ്വത്തോ പണോ ഇല്ലല്ലോ. അച്ഛനെല്ലാം എഴുതി വെച്ച മീരയുടെ പേരിലല്ലേ. കേവലം ഒരു സ്കൂൾ ടീച്ചറായ എന്ന മകൻ വിവാഹം കഴിക്കുന്നില്ലെന്നല്ലേ സ്വത്തും പണമുള്ള മീരയെ വിവാഹം കഴിക്കുന്ന അല്ലേ? പരിഹാസത്തോടെയുള്ള അല്ലിയുടെ ചോദ്യം കേട്ടതും രാജീവനും സിന്ധുവും ചൂളിപ്പോയി. പിന്നെ ശ്രീയേട്ടാ, നിങ്ങളും കൊള്ളാൻ കേട്ടോ. ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഇതുവരെയുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങളെന്നെ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അല്ലി തൻ്റെയും തന്നിഷ്ടക്കാരി അഹങ്കാരിക്കായത് എങ്ങനെയാണെന്ന് അറിയാം ശ്രീയേട്ടന്. അച്ഛൻ്റെ സ്നേഹം കരുതൽ കൊതിച്ചൊരു അല്ലി ഉണ്ടായിരുന്നു. സ്കൂളിൽ കൂട്ടുകാരൊക്കെ അച്ഛനമ്മമാർക്കൊപ്പം പോകുമ്പോൾ അല്ലി പോയിരുന്ന അമ്മയുടെ കൈപിടിച്ച് മാത്രമാണ്. എന്തെങ്കിലും ഒരിക്കലും എൻ്റെ അച്ഛനും വരും, വന്നെന്നെ ചേർത്ത് പിടിക്കുന്ന ഞാനും കരുതി കാത്തിരുന്നു. പക്ഷേ വർഷങ്ങളോളം വന്നില്ല. പിന്നെ അല്ലിക്ക് മനസ്സിലായി അച്ഛൻ്റെ സ്നേഹം അത് വേറൊരു സ്വപ്നം മാത്രമാണെന്ന്. അച്ഛൻ പുതിയ ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം സമ്പന്നതയിൽ ജീവിച്ചപ്പോൾ അല്ലി വളർന്ന് ദാരിദ്ര്യം അറിഞ്ഞാണേ. പിന്നെ വാശിയായിരുന്നു ജീവിതത്തോട് തന്നെ. നന്നായി പഠിച്ചു, ജോലി നേടി,
കളിയാക്കിയവർക്ക് ഒറ്റപ്പെടുത്തിയവർക്ക് മുമ്പിൽ അലി തലകുനിക്കാതെ നിന്നു. അപ്പോഴും ശ്രീയേട്ടനുള്ള എൻ്റെ സ്നേഹത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. വീട്ടു ജോലി ചെയ്ത് തന്നെ വളർത്തി എൻ്റെ അമ്മയെ പരിഹസിക്കുന്നവരെയും അപമാനിക്കുന്നവരെയും അലിയും വെറുതെ വിട്ടില്ല. രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. അന്നു മുതൽ അലി അഹങ്കാരിയും തന്നേടിയും തന്നിഷ്ടകാരിയൊക്കെ ആയി. ശ്രീയേട്ടനറിയാലോ, ബന്ധുവീടുകൾ ഒരു കല്യാണത്തിനോ മറ്റു ചടങ്ങുകൾക്കോ ഞങ്ങൾക്ക് മാത്രം ക്ഷണമല്ല. അവിടെ അവർക്ക് നോക്കിയത് കുടുംബമയും സമ്പത്തുമായിരുന്നു. ഇത് രണ്ടും ഞങ്ങൾക്ക് അന്യമായിരുന്നല്ലോ. എല്ലാ സങ്കടവും ഞാൻ ഇറക്കി വെച്ച ശ്രീയേട്ടനിലായിരുന്നു. ശ്രീയേട്ടൻ അതൊക്കെ ഒരു നേരം പോക്കായി നിന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ പുരുഷനൊരു പരിധിയിൽ കൂടുതൽ മറ്റൊരു പെണ്ണിനോട് അടുക്കുന്നത് ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയില്ല. അത് സ്വന്തം കൂടെപ്പിറപ്പാണെങ്കിൽ കൂടി അതേ ഞാനും ചെയ്തുള്ളൂ. ഏതായാലും എന്നെ വെറുപ്പാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നായി. അല്ലെങ്കിൽ ഞാനൊരു വിഡ്ഢിയെ പോലെ ഇതൊന്നും അറിയാതെ നിങ്ങളുടെ പുറകെയാണെന്നേനെ. അത് പറയുമ്പോൾ അലിയുടെ കണ്ണമിടറി. ശേഷം സ്ത്രീക്കടുത്തായിരിക്കുന്ന മീരയെ ഉറ്റുനോക്കി. എന്തായാലും നിന്റെ ആഗ്രഹം നടന്നല്ലോ, അത് മതി. പണ്ടേ എല്ലാം വിട്ടുകൊടുത്താ അലിക്ക് അമ്മയ്ക്കും ശീലം. അത് പറയുമ്പോൾ അലിയെ നോക്കാൻ കഴിയാത്ത വിധം മീരയുടെ തല താഴ്ന്നു പോയിരുന്നു. എല്ലാവരും ആഗ്രഹിച്ച പോലെ ശ്രീഹരിയുടെയും മീരയുടെയും വിവാഹം നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പൊഴിക്കുന്ന അവസാനത്തെ തുള്ളി കണ്ണുനീരായത്. അതുവരെ പിടിച്ചെടുത്തേ കണ്ണുനീരിനെ സ്വതന്ത്രമാക്കി വിട്ടവൾ. നെഞ്ചുപൊട്ടിയുള്ള അലിയുടെ കരച്ചിലിൽ ആദ്യമായി ശ്രീഹരിയുടെ ഉള്ളൊന്ന് കാളി. എന്തോ ഒരു വല്ലായ്മ അവനൊന്ന് പൊതിയുന്ന പോലെ തോന്നി. ഇതുവരെ അലിയോട് ഒരുതരം വാശിയും ദേഷ്യമൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അവന് മനസ്സിലായില്ല. ആദ്യമായി അവളോട് സഹതാപം തോന്നുന്നു. നെഞ്ചുപൊട്ടിയുള്ള അലിയുടെ കരച്ചിലിൽ രേണുക അവളെ മാറോട് ചേർത്ത് അണച്ചു പിടിച്ചു. വന്ന കാര്യം സാധിച്ച സന്തോഷത്തിലായ രാജീവും സിന്ധുവും. ഇതേ സമയം മറ്റൊരിടത്ത് ഒരുവർ അവന്റെ ഫോണിൽ കാണുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. അപ്പോൾ അവന്റെ പൂച്ചക്കണ്ണുകളും തിളങ്ങി. ശേഷം ആ ഫോട്ടോയിൽ മെല്ലിയൊന്ന് ചുണ്ടമർത്തി. എന്റെ പ്രണയം നീ അറിയാതെ പോയല്ലോ പെണ്ണേ, ഞാൻ എന്ന ഭ്രാന്ത് നീ അറിഞ്ഞില്ലല്ലോ. ആ ഫോട്ടോയിൽ നോക്കിയത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പതിവ് പോലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അല്ലി. ഇന്നും കണ്ടു തനിക്ക് നേരെ നീളുന്ന ആ പൂച്ചക്കണ്ണുകൾ. ദേഷ്യത്തോടെ അവരിൽ നിന്ന് മിഴികൾ പിൻവലിച്ച് അവൾ മുന്നോട്ട് നടന്നു. ഇതിപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പതിവായിട്ടുള്ള കാഴ്ചയാണ്. താൻ വരുന്നതും പോകുന്നതെന്ന് വേണ്ട, എല്ലായിടത്തുമുള്ള ഇയാളുടെ സാമീപ്യം. തന്നെ കാണുമ്പോൾ തിളങ്ങുന്ന ആ കണ്ണുകളും ചൊടികളിൽ വിരിയുന്ന പുഞ്ചിരിയും എന്തിനാണ്? തനിക്ക് ചുറ്റൊരു നിഴൽ പോലെ അയാളുണ്ട്. പലതവണ ആട്ടി അകറ്റിയിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും മറുത്തൊന്നും പറയാതെ ചിരിയോടെ നിൽക്കും. ശ്രീയേട്ടനോട് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ നോക്കും, അതൊന്നും കാര്യമാക്കേണ്ടെന്നായിരുന്നു ആളുടെ മറുപടി. എന്നാൽ ഇയാൾക്ക് താൻ വെറുമൊരു നേരം പോക്കല്ലെന്ന് പലകുറി തോന്നിയിരുന്നു. പ്രണയമാണോ അയാൾക്ക് തന്നോട്? അറിയില്ല. പക്ഷേ അയാൾക്ക് താൻ ആരൊക്കെയാണെന്ന് തോന്നിപ്പോകുന്നു. അത് ഓർക്കാൻ കൂടി കഴിയാതെ അയാൾ പിടഞ്ഞുപോയി. ഇനിയും ഒരു പ്രണയം തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നീറുന്ന ഓർമ്മകളിൽ നിന്നും മനസ്സിനെ പിടിച്ചു കിട്ടിയവൾ. എങ്കിലും അയാളെപ്പറ്റി മാത്രമായിരുന്നു അല്ലിയുടെ ചിന്ത മുഴുവൻ. ദൂരെ ബൈക്കിൽ ചാരിന്ന് അവനും അവളെപ്പറ്റി മാത്രം ചിന്തിച്ചു. തന്റെ പ്രണയം, തന്റെ പ്രാണൻ. അതോർക്കവേ അവന്റെ ചൊടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ബസ് വരാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ മനസ്സും ശരീരവും അസ്വസ്ഥമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാശിലേക്ക് നോക്കുന്നുണ്ട് അവൾ. പെട്ടെന്ന് അവൾക്ക് തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി. തനിക്ക് ചുറ്റും എല്ലാം കറങ്ങുന്ന പോലെ. പെട്ടെന്ന് നിലത്തേക്ക് വീഴാൻ പോയ അവളെ രണ്ടു കരങ്ങൾ താങ്ങി പിടിച്ചിരുന്നു. കയ്യിലിട്ടിരിക്കുന്ന ട്രിപ്പ് കണ്ട് അവൾ ചുറ്റിലും നോക്കി. ആ ഉണർന്നോ? കണ്ണുകൾ കുറുക്കി ചുറ്റിലും നോക്കുന്ന അലിയുടെ അടുത്തേക്ക് ഒരു നേഴ്സ് വന്നുകൂടി ചോദിച്ചു. ഞാനിത് ഏത് ഹോസ്പിറ്റലാ? താൻ പേടിക്കണ്ട, BP ലോ ആയതാ. ഇത് RK ഹോസ്പിറ്റലാ. തന്നെ കൊണ്ടുവന്ന ആൾ പുറത്തിരിപ്പുണ്ട്, ഞാൻ വിളിക്കാം. അത്രയും പറഞ്ഞവർ പുറത്തേക്ക് നടന്നു. ഡോ, ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട്, തനിക്ക് വേണമെങ്കിൽ പോയി കാണാം. പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. പുറത്തെ കസേരയിൽ അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ അക്ഷമനായിരിക്കുന്ന അയാൾക്കരികിലേക്ക് നടന്നുകൊണ്ട് നേഴ്സ് പറഞ്ഞു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അവന് ആശ്വാസം തോന്നി. എങ്കിലും തന്നെ കണ്ടാൽ എന്താ അവളുടെ പ്രതികരണം എന്നോർത്ത് അവന് വല്ലാത്ത പരിഭ്രമം തോന്നി. എത്രയോ തവണ തന്നെ മുമ്പിൽ വരരുതെന്നും തന്നെ ശല്യപ്പെടുത്തുമെന്നും പറഞ്ഞിരിക്കുന്നു. തന്നെ കാണുമ്പോൾ തന്നെ ആ മുഖം ദേഷ്യം കൊണ്ട് വിറക്കാറുണ്ട്. അപ്പോൾ താനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കും? വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ അവളുടെ റൂമിലേക്ക് നടന്നു. അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ കണ്ണുകളടച്ച് കിടക്കുകയാണ്. അവൾക്കെതിരെയുള്ള കസേരയിലേക്ക് അവനും ഇരുന്നു. ഒരു വാടിയ പൂവ് പോലെ കിടക്കുന്നവളെ കാണെ അവന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്റെ അരികിൽ ആരുടെയോ സാമീപ്യം മനസ്സിലായപ്പോൾ അല്ലി പതിയെ കണ്ണുകൾ തുറന്നു. തന്നെ നോക്കിയിരിക്കുന്നവനെ കാണെ ആദ്യം അവളിൽ അമ്പരപ്പായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ സ്ഥായീഭാവമായ ദേഷ്യം നിറഞ്ഞു. നിങ്ങളാണോ എന്നെ ഇവിടെ എത്തിച്ച്? അതേ നേരത്തിൽ തലാനിക്കവൻ. തന്നോട് ആര് പറയടോ എന്നെ കൂട്ടി ഇങ്ങോട്ട് വരാൻ? അതുകൊള്ളാം, ബോധം പോയി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിലേക്കല്ലാതെ മറ്റെവിടെയൊക്കെ കൊണ്ടുവരേണ്ടിയിരുന്നു. അവൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ കണ്ണുകൂർപ്പിച്ച് അവൾ അവനെ നോക്കി. എനിക്ക് സ്കൂളിൽ പോകണം. ദയനീയമായി അവൾ അവനെ നോക്കി പറഞ്ഞു. മര്യാദക്കൂടെ കിടന്നോ, ഈ ട്രിപ്പ് തീരാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. താൻ സ്കൂളിൽ നമ്പരോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് താനാണ് അവിടെ തീരുമാനിക്കുന്നത്? എനിക്ക് പോണം. നിഷേധാർത്ഥത്തിൽ തലയെന്ന് വെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. തൽക്കാലം മോൾ അടങ്ങി ഇവിടെ കിടക്കാൻ നോക്ക്, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും പിന്നെ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല.
അലസമായി വളർന്നു കിടക്കുന്ന താടി രോമങ്ങളും ചുരുണ്ട തലമുടിയും പൂച്ചക്കണ്ണുകളും കണ്ട് അവൾ അവനെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ നോക്കി. നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവിടെ ആ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. പിന്നെ നോക്കാൻ പറ്റിയൊരു മോന്ത. വന്ന ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അല്ല, എനിക്ക് പോയി ഞാൻ തനിക്കതിനെ മനസ്സിലായി. വിഷയം മാറ്റാണെന്ന വണ്ണം അലി അവനോട് ചോദിച്ചു. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറേയിലേ വേണ്ടായി. കുറച്ചു ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. ഈ ലോകത്തെങ്ങുമല്ലാതെയാണ് നിന്റെ നടത്തം. നീ ആ കോലം കെട്ട് പോലെ. അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ വരുന്ന നീ പിന്നെ പിന്നെ എന്നെ കണ്ടാലൊന്നും മിണ്ടാറില്ല. ആദ്യത്തിൽ സന്തോഷം തോന്നിയിരുന്നു എനിക്ക്. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്, നീ എന്നെ എന്നല്ല ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ന്. നിനക്ക് ചുറ്റും നടക്കുന്നൊന്നും നീ അറിയുന്നില്ല. നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ നിന്റെ ആ നിൽപ്പും മുഖഭാവം കൂടി ആയപ്പോ അതുറപ്പായി നിനക്കെന്തോ വയ്യായികയുണ്ടെന്ന്. പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാലോ നിനക്കെന്തോ ഉണ്ടായതെന്ന്. സത്യത്തിൽ അവന്റെ വാക്കുകൾ അവളിൽ ഞെട്ടിലുണ്ടാക്കി. തന്റെ ചെറിയൊരു മാറ്റം പോലും ഇയാൾ അറിയുന്നുണ്ട്. ആരാണ് ഇയാൾ? അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു. എന്നെ മനസ്സിലാക്കാനും എന്റെ പുറകെ ഇങ്ങനെ നടക്കാനും മാത്രം നിങ്ങൾ എന്റെ ആരാണ്? അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാ നിനക്കറിയില്ലേ അല്ലേ? എന്റെ കണ്ണുകളിൽ നീ കണ്ടിട്ടില്ലേ നിന്നോടുള്ള എന്റെ അടങ്ങാത്ത പ്രണയം? അവൾ നോക്കി ചിരിയോടെ പറഞ്ഞവൻ. അവനെ ആ മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവൾ മൗനമായി അവനെ കേട്ടിരുന്നു. പിന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചാ അതിന് ഉത്തരം പറയാൻ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥയുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്ക് അച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു 8 വയസ്സുകാരിയെ ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് കളിയാക്കിയിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ടുപോയ 8 വയസ്സുകാരിയോട് ആ 15 വയസ്സുകാരൻ ദേവിനെ സഹതാപം തോന്നി. അവളുടെ സങ്കടം അവന് മനസ്സിലാകുമായിരുന്നു. കാരണം അവനൊരു അനാഥനായിരുന്നു. അച്ഛനോ അമ്മയോ ആരെന്നറിയാതെ അനാഥാലയത്തിൽ വളർന്നവനായിരുന്നു അവൻ. അതുകൊണ്ടാവും അവൾ കരഞ്ഞപ്പോൾ അവനും കൂടി കരഞ്ഞ്. പിന്നീട് അങ്ങോട്ട് അവന്റെ ചിന്തകളിൽ മുഴുവൻ അവളായിരുന്നു. അവളെ കളിയാക്കിയ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും അവളെ എല്ലാവരിൽ നിന്നും സംരക്ഷിച്ചും അവൾക്ക് ചുറ്റും അവനുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ. അവൻ വളർന്നപ്പോ അവളോടുള്ള പ്രണയം വളർന്നു. അവന്റെ ഒരു ദിവസം തുടങ്ങിയത് തന്നെ അവളിലായിരുന്നു. ഇന്നും അവൾക്ക് ചുറ്റും ഒരു നിഴൽ പോലെ അവനുണ്ട്. തന്റെ മുന്നിലിരിക്കുന്നവന്റെ വാക്കുകൾ ഏറെ നടുക്കത്തോടെയാണ് അവൾ കേട്ടിരുന്നത്. ആ 15കാരൻ ദേവാണോ ഇന്നെന്റെ മുമ്പിലിരിക്കുന്നത്? വിറയലോട് അവൾ ചോദിച്ചു. അതിനവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അതിലുണ്ടായിരുന്നു അവൾക്കുള്ള എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം. ആ 8 വയസ്സുകാരി വളർന്നു. കൂടെ അവനും. എല്ലാവർക്കും അവളൊരു അഹങ്കാരിയാണ്, വാശിക്കാരിയാണ്. പക്ഷേ എനിക്ക് അവളോട് ബഹുമാനവും പ്രണയവും മാത്രം. അവന്റെ വാക്കിൽ കേട്ട അല്ലിയുടെ മനസ്സ് കുറ്റബോധത്താൽ നീറി. എത്രയോ തവണ ആട്ടിപ്പായിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ. അപ്പോഴൊന്നും യാതൊരു പരിഭവമോ ദേഷ്യമോ കാണിക്കാതെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തന്നെ ഇത്രയും സ്നേഹിച്ച ഈ മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്രയും നാൾ അവഗണിച്ചത്. അലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അലി, ശ്രീഹരിയാണോ നിന്റെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം? അവന്റെ വായിൽ നിന്ന് ശ്രീയുടെ പേര് കേട്ടപ്പോൾ അവൾ പകപ്പോടെ അവനെ നോക്കി. ശ്രീയേട്ടനറിയോ? നിന്നെ പറ്റി എനിക്ക് എല്ലാം അറിയാം. നിന്റെ പ്രണയവും പ്രാണനും അവനല്ലേ? അത് പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടർന്ന് അവൾ ശ്രദ്ധിച്ചു. അലി, അവന്റെ സ്വരം കാതിലേക്ക് പതിഞ്ഞതും അറിയാതെ ഒന്ന് മൂളിപ്പോയി അവൾ. നിന്റെ പ്രണയം മറ്റൊരാളായിരുന്നെങ്കിലും നിന്നോടുള്ള എന്റെ പ്രണയം അവസാനിച്ചിരുന്നില്ല. അത്രയേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരിക്കലും എന്റെ പ്രണയം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നീ എവിടെയായിരുന്നാലും ആർക്കൊപ്പായിരുന്നാലും സന്തോഷത്തോടെ കഴിയണമല്ലേ, അത് മാത്രം മതി എനിക്ക്. അവനത് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അവനെ നേരെ കൈകൂപ്പി. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ദേവ്, നിങ്ങളുടെ പ്രണയവും നിങ്ങളെ ഒന്നും ഞാൻ അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. നിറമിഴിയോടെ തന്നെ നോക്കി പറയുന്നവളെ വേദനയോടെ നോക്കിയവൻ പതിയെ അവളെ കട്ടിലിനോട് ചേർത്തിരുത്തി അവന്റെ മാറോട് അണച്ചു പിടിച്ചു. ശ്രീ നിന്നെ പ്രണയിച്ചിരുന്നില്ലേ അലി? അവളുടെ മനസ്സൊന്ന് ശാന്തമായി തോന്നിയപ്പോൾ ദേവ് ചോദിച്ചു. പ്രണയം അതെന്റേത് മാത്രമായിരുന്നു ദേവ്. ഒടുവിൽ അവൾ അനുഭവിച്ച സങ്കടങ്ങളുടെ ഭാരം അവനിൽ ഇറക്കി വെച്ചു. അവളുടെ കണ്ണിൽ നിന്ന് പൊടിയുന്ന കണ്ണുനീർ കാണെ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ മുഖത്തൊരു ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞു. തൻ്റെ ഇടിയായ കുട്ടികളുടെ പ്രിയപ്പെട്ട അലി ടീച്ചറെ കാണാനാ എനിക്കിഷ്ടം. തനിക്ക് ഈ നിരാശകാമിയുടെ റോളൊട്ടും ചേരില്ല കേട്ടോ. അവളെ കളിയാക്കിക്കൊണ്ട് ദേവ് പറഞ്ഞു. നിനക്ക് മീരയോട് ദേഷ്യമുണ്ടോ അല്ലി? ദേവിന്റെ ആ ചോദ്യം അവളോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മാത്രം പറയാൻ ദേവ്, ദേഷ്യമില്ല. എന്നാൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ശ്രീയേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞ് മീര കാരണമല്ലേ, അതിനെനിക്ക് അവളോട് നന്ദി മാത്രമേ ഉള്ളൂ. വാശി പിടിച്ച് നേടാൻ കഴിയുന്ന ഒന്നല്ലല്ലോ പ്രണയം എന്ന് പറയുന്നത്. നിർവികാരമായി പറയുന്നവളെ ദേവ് വേദനയോടെ നോക്കി. നിനക്കിപ്പോഴും സ്ത്രീയെ ഇഷ്ടമാണോ അല്ലേ? അത് ചോദിക്കുമ്പോൾ അവന് നെഞ്ച് പടപടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇല്ല ദേവ്, എന്നയാൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ, എന്നെ വെറുക്കുന്നെന്ന് പറഞ്ഞോ, അന്നു മുതൽ അയാളെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. അയാൾക്ക് വേണ്ടിയുള്ള അവസാനത്തുള്ളി കണ്ണുനീരും ഞാൻ കരഞ്ഞു തീർത്തു. അവളുടെ വാക്കുകൾ കേട്ട ദേവിന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കൂടാതെ മനസ്സിൽ മഞ്ഞു വീണ ഒരു സുഖവും. അലി ദേവുമായി ഒരുപാട് അടുത്തു. ഇത്രയും നാളും അവന് നൽകിയ അവഗണനയ്ക്ക് പകരം അവളുടെ ഉള്ളിൽ ദേവെന്ന പ്രണയമരം പടർന്നു പന്തലിച്ചിരുന്നു. എങ്കിലും അവൾ തന്റെ പ്രണയം അവനോട് പറഞ്ഞിരുന്നില്ല.
അവനെപ്പോലെ ഒരാളെ കിട്ടാൻ തനിക്ക് യാതൊരു അർഹതയുമില്ലെന്ന അപരിഷതാബോധം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവൾക്കല്ലാതെ മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ലെന്നറിയാതെ ഒരു ദിവസം വഴിയരികിൽ ദേവിനൊപ്പം ചിരിച്ച് സംസാരിക്കുന്ന അലിയെ ശ്രീ കണ്ടിരുന്നു. അലി, നീ ഇതുവരെ എവിടെയായിരുന്നു? പതിവില്ലാതെയുള്ള ശ്രീയുടെ ചോദ്യം കേട്ട് അലി നെറ്റി വിളിച്ചു. ഞാൻ സ്കൂളിലായിരുന്നു. നീ സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത്, അതോ കണ്ടവന്മാർക്കൊപ്പം കൊഞ്ചിക്കുഴയാനോ? ശ്രീയുടെ വാക്കിൽ കേട്ട് അലി വെറുപ്പോടെ അവനെ നോക്കി. മര്യാദക്ക് സംസാരിക്കണം, അവന് നേരെ വിരലുയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. കണ്ണീ കണ്ടവന്മാർക്കൊപ്പം നിനക്ക് നടുറോട്ടി കിടന്ന് അഴിഞ്ഞാടാം. ചോദിക്കുന്നത് ഞാനാണ് തെറ്റുകാരൻ അല്ലേ? അതെ, ഞാൻ കൊഞ്ചിക്കുഴഞ്ഞു. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങളെക്കാൾ എത്രയോ നല്ലവനാ എന്റെ ദേവ്. അവളുടെ വായിൽ നിന്ന് കേട്ട ദേവ് എന്ന വാക്കിൽ തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീ. പിന്നെ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, മീരയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, നീ മാത്രം പറഞ്ഞാൽ മതിയോ? വിട്ടുകൊടുക്കാൻ അവനും തയ്യാറായിരുന്നില്ല. എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? എന്റെ അമ്മാവന്റെ മകൻ, എന്റെ അനിയത്തിയുടെ ഭർത്താവാൻ പോകുന്ന ആളെന്നതിലുപരി നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മെയിൽ എന്റെ കാര്യത്തിൽ ഇടപെടാനോ എന്നെ കാര്യം ഭരിക്കാനോ വന്നാ ശ്രീഹരി ഇതുവരെ കണ്ട അലിയാവില്ല ഇനി കാണാൻ പോകുന്നു. അവൻ നോക്കിയിട്ട് താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അലിയും ശ്രീയും തമ്മിൽ സംസാരം കേട്ടുകൊണ്ട് ഒരു ചുമരിനപ്പുറം നിന്നിരുന്ന രേണുകയുടെ ചുണ്ടിൽ അപ്പോൾ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദ്യമായി കാണുന്ന അലിയുടെ ആ ഭാവത്തിൽ നാണം കെട്ടുപോയി ശ്രീ. മറ്റുള്ളവർക്ക് മുമ്പിൽ പതറാതെ എന്നും വെട്ടി തുറന്ന് പറയുമെങ്കിലും തനിക്ക് മുന്നിൽ അവൾ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ അവൾ തന്നോടായിരുന്നു എല്ലാം പറഞ്ഞിരുന്നത്. പലപ്പോഴും അലിയുടെ എടുത്തടിച്ച പോലെയുള്ള സ്വഭാവവും സംസാരവും തനിക്ക് ഇഷ്ടമായിരുന്നില്ല. താൻ അനുസരിക്കുന്ന പാവം പിടിച്ചൊരു പെണ്ണിനെയായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണ് അവളുമായുള്ള വിവാഹത്തിന് പോലും സമ്മതിച്ചത്. മീരയെ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു. അലിയെ പ്രകോപിപ്പിക്കാനും വാശിയേറ്റാനും വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് മീരയുമായിട്ട് അടുത്തതും. അങ്ങനെയെങ്കിൽ അവളൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി. എന്നാൽ ഇപ്പോൾ അവൾ തന്നിൽ നിന്ന് അകന്നപ്പോഴാണ് താൻ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അലി മീരയോട് വലിയ അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ലെങ്കിലും അവളോട് പഴയ ദേഷ്യം ഉണ്ടായിരുന്നില്ല. മീരക്ക് അലിയുടെ ഈ മാറ്റത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. മീരയുമായുള്ള ശ്രീയുടെ വിവാഹം ഉറപ്പിച്ചു. ശ്രീയുടെ മനസ്സിലൊരു കനലെരിയുന്നുണ്ടായിരുന്നു. അലിയോടുള്ള വാശിയുടെ പുറത്ത് ചെയ്തു പോയതാണല്ല, മീരയെ സത്യത്തിൽ താൻ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോഴൊക്കെയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സ് അലമുറയിടുന്നത്. അലിയുടെ മനസ്സിൽ ദേവാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ താൻ നീറിയാണ് ജീവിക്കുന്നത്. ഇതുപോലെ ആയിരിക്കില്ലേ അല്ലിയും? തനിക്ക് മീരയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം വേദനിച്ചു കാണവൾ. ഈ ശ്രീയേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചാലെന്താ? എപ്പോഴും ഇങ്ങനെ മാസിൽ പിടിച്ച് നടക്കണം. കൂടെയുള്ള അലിയുടെ പരാതി പറച്ചിലുകൾ കാതിലേക്ക് വന്നു. കണ്ണുകൾ മുറുക്കിയടച്ചവൻ. ഇപ്പോൾ മറ്റാരെക്കാളും കൂടുതൽ തനിക്ക് അവളെ മനസ്സിലാവും. എന്നാൽ ആ മനസ്സിൽ ഇപ്പോൾ തനിക്കൊരു സ്ഥാനവും ഇല്ല. ആ മനസ്സ് നിറയപ്പോൾ ദേവാണ്. അതോർക്കവേ അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം ഒരു ഭ്രാന്തനെ പോലെ അലറി. ഇല്ല അലി, നീ എന്റെ മാത്രം. ഒരു ദേവിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. മീരയോടെല്ലാം പറയണം, അവൾക്ക് മനസ്സിലാവാതിരിക്കില്ല എന്നെ. എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നവൻ തിരമ്പി വരുന്ന തിരമാലയിലേക്ക് മിഴികൾ നട്ടി നിൽക്കുകയാണ് ശ്രീ. ഈ തിരമാലകൾ പോലെ എന്റെ മനസ്സും തിരമ്പുന്നുണ്ട് മീര. ശ്രീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മീര അവൻ ഉറ്റുനോക്കി. താൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. എനിക്കെന്താ അല്ലിയെ വേണം, അവളില്ലാതെ എനിക്ക് പറ്റില്ല. തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മീരയോട് പറയുമ്പോൾ അവളുടെ ഭാഗത്തുനിന്ന് ഒരു പൊട്ടിത്തെറിയായിരുന്നു ശ്രീ പ്രതീക്ഷിച്ച്. എന്നാൽ അവളുടെ മുഖം പതിവ് പോലെ ശാന്തമായിരുന്നു. നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ശ്രീയേട്ടാ. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം സത്യമില്ലെന്ന് എനിക്കറിയായിരുന്നു. കുട്ടിക്കാലം മുതൽ എൻ്റെ ചേച്ചിക്ക് പ്രതീക്ഷയോ മോഹം കൊടുത്ത് ഒരു നിമിഷം കൊണ്ട് എൻ്റെ ചേച്ചിയെ തള്ളിപ്പറഞ്ഞ നിങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ചേച്ചിയുടെ അവസ്ഥ എനിക്കുണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് എനിക്കറിയാം. ഇടയ്ക്കെപ്പോഴോ നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് കരുതി നിങ്ങളെ വിശ്വസിച്ചു പോയി. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ ചേച്ചിയോട് ചെയ്യുന്ന തെറ്റാണെന്ന കുറ്റബോധനയിലുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയേക്കാൾ വലുതായിരുന്നില്ല എനിക്കെൻ്റെ പ്രണയം. ചേച്ചിക്ക് വേണ്ടി നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ അന്നേ ഞാൻ തയ്യാറായിരുന്നു. ചേച്ചിയോട് ഇതേപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്ന് നിങ്ങൾ ചേച്ചിയെ വെറുപ്പാണെന്ന് പറഞ്ഞു അന്നേ ചേച്ചി നിങ്ങളെ വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിലും എൻ്റെ ചേച്ചി അങ്ങനെയാണ് ശ്രീയേട്ട. ആർക്കു മുന്നിലും ഒന്നിനു മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കില്ല. അതുകൊണ്ടാണല്ലോ അച്ഛൻ ചേച്ചിയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിട്ടും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ എൻ്റെ പേരിലാക്കിയത്. മീര പറഞ്ഞ സത്യങ്ങൾ കേട്ട ശ്രീഹരി മറുത്തൊന്നും പറയാതെ തരിച്ചുപോയി. അച്ഛനും അമ്മയും എത്രയോ തവണ സ്വത്തും പണം ഇല്ലാത്തവളെന്ന് പറഞ്ഞ് അവളെ ആന്റിയെയും കളിയാക്കിയിരിക്കുന്നു. മീര കൊടുത്ത സ്വത്തിന്റെ 4% അവൾക്ക് കൊടുത്തില്ലെന്നോർത്ത് തനിക്ക് അവളോട് പുച്ഛം തോന്നിയിരുന്നു. എന്നാൽ ആരോട് അവളൊന്നും പറഞ്ഞിരുന്നില്ല. ആൾക്ക് വേണമെങ്കിൽ എല്ലാ സ്വത്തും കൈവശപ്പെടുത്താം. എന്നാൽ അവളത് ചെയ്തില്ല. പകരം മീരയുടെ പേരിൽ എഴുതി കൊടുത്തു. അല്ലിയുടെ മുമ്പിൽ താൻ എത്രയോ ചെറുതാണെന്ന് അവന് തോന്നി. പിന്നെ ശ്രീയേട്ടാ, നിങ്ങളന്ന് ചേച്ചിയുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ ദേവേട്ടനെ പോലെ ഒരാളുടെ പ്രണയം ചേച്ചി തിരിച്ചറിഞ്ഞ്. ചേച്ചിയുടെ നല്ല മനസ്സിന് ദൈവം കൊണ്ടുകൊടുത്ത ദേവേട്ടനെ. ദേവിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ശ്രീയുടെ മുഖം വലിഞ്ഞു മുറുകി. പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ തമ്മിൽ വിവാഹം നടക്കും. എൻ്റെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റിന് എൻ്റെ ജീവിതം ബലികൊടുത്തുകൊണ്ടാണെങ്കിലും എൻ്റെ ചേച്ചിയുടെ ആഗ്രഹം പോലെ
ദേവേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലിയിട്ടു. നീ അവളും ചേച്ചി എഴുതണ്ട. എന്നെ തള്ളികളഞ്ഞിട്ട് ആ ദേവിനോടൊപ്പം അവള് സുഖമായിട്ട് വാഴില്ല. വാഴിക്കില്ലേ ശ്രീഹരി? അവളെ എന്റെ മാത്രമാ, ഒരുത്തനും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. ശ്രീയുടെ ആ ഭാവം കണ്ട് മീരക്ക് ഭയം തോന്നിയെങ്കിലും അവളത് കണ്ടതായി നടിച്ചില്ല. മീര തന്റെ ആശങ്ക അല്ലിയോട് പറഞ്ഞപ്പോൾ അവൾക്കും ചെറിയൊരു ഭയം തോന്നി. തന്നെ നേടാനായി ദേവിനെ കൊല്ലാൻ പോലും ശ്രീ മടിക്കില്ലെന്ന് അല്ലിക്കറിയാം. അതോർത്തപ്പോൾ അല്ലിയുടെ കണ്ണുകൾ ചുവന്നു. ദേവിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ താനുണ്ടാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു. ടെൻഷനോടെ നിൽക്കുന്ന മീരയോട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിച്ചു. രാത്രി കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു ദേവ്. അപ്പോൾ അവന്റെ വണ്ടിക്കുമ്പിൽ കൈ കാണിച്ചു ശ്രീ. ആദ്യം ആളെ മനസ്സിലായില്ലെങ്കിലും വണ്ടിയുടെ ലൈറ്റിൽ തെളിഞ്ഞാണ് ശ്രീയുടെ മുഖം കണ്ടതോടെ പുച്ഛത്തോടെ അവനെ നോക്കി ദേവ്. വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുന്ന ദേവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അവന്റെ നെഞ്ചിൽ ഒറ്റ ചവിട്ടായിരുന്നു ശ്രീഹരി. പെട്ടെന്നുള്ള അവന്റെ ആ ചവിട്ടിൽ ബാലൻസ് തെറ്റി ദേവ് നിലത്തേക്ക് വീണു. നിനക്കെന്റെ അല്ലിയ വേണടാ നായെ, പണ്ട് ഞാനെന്നും പറഞ്ഞ് നടന്നവളാ, അവയ്ക്ക് പിന്നെ വേണ്ട, നിന്നെ മതിയെന്ന്. അവൾക്ക് ഒരിക്കലും നിന്നെ കിട്ടില്ല, അതിന് നിന്നെ ആണെങ്കിൽ തീർക്കാൻ വന്നാ. അവന്റെ വാക്കുകൾ കേട്ട് ദേവിന്റെ മുഖത്ത് യാതൊരു ഭയമോ ആശങ്കയോ ഉണ്ടായിരുന്നില്ല. പകരം അവന്റെ പൂച്ചക്കണ്ണുകളിൽ വന്യമായ മറ്റൊരു ഭാവം. അതുകൊണ്ട് സ്ത്രീ ഒന്ന് ഭയന്നെങ്കിലും വീണ്ടും അവനെ ചവിട്ടാനായി കാലുകൾ ഉയർത്തി അവന്റെ മർമ്മത്തിൽ നോക്കി ഒരൊറ്റ തൊഴിയായിരുന്നു ദേവ്. വേദന കൊണ്ട് സ്ത്രീ പുളഞ്ഞുപോയി. ശേഷം കയ്യും പൊത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. എന്നെ കൊന്ന് അല്ലിയെ സ്വന്തമാക്കണമെങ്കിൽ നീ വേറൊരു തന്തക്ക് ജനിക്കണടാ നായേ. പിന്നെ നീ പറഞ്ഞില്ലേ അല്ലിക്ക് എന്നെയാണ് ഇഷ്ടമെന്ന്? അതേടാ, അവൾക്ക് എന്നെ ജീവനാ. അവളത് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. ഒരിക്കലും അവൾ നിന്നെ സ്നേഹിച്ചല്ലേടാ. ആ സ്നേഹത്തെ നീ തന്നെ കണ്ടില്ലെന്ന് അടിച്ചതും വേണ്ടെന്ന് വെച്ചതും. അവൾ നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണെങ്കിലും ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചു. എന്നാൽ നീയായിട്ട് തന്നെ ഇപ്പൊ അവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നീ എന്നല്ല, ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും ദേവ് അവളെ ആർക്കും കൊടുക്കില്ല. ആർക്കും. അവൾ ഈ ദേവിന്റെ പെണ്ണാ. എന്റെ പ്രണയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത്രയും പറഞ്ഞ് നിലത്തിടന്ന് പൊളിയുന്നവന്റെ കവിളിൽ ദേവ് മാറി മാറി അടിച്ചു. പിന്നെയും കലിയടങ്ങാതെ അവൻ ശ്രീഹരിയെ നല്ലോണം പെരുമാറി. അച്ഛനമ്മമാരുടെ കാശിന് തിന്നുകൊടുത്ത് ജീവിക്കുന്ന നിനക്കൊന്നും ഈ ദേവിനോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. ചെറുപ്പത്തിൽ എച്ചിൽ പാത്രം കഴുകിയും കൂലിപ്പണി ചെയ്തും തഴമ്പിച്ച ശരീര ഈ ദേവിന്റെ. അപ്പൊ കൊല്ലാൻ വരുമ്പോ എനിക്ക് തരത്തിനൊത്തൊരുത്തനെ കൊണ്ടുവരണ്ടേടാ. പുച്ഛത്തോടെ ദേവ് സ്ത്രീയെ നോക്കി പറഞ്ഞു. നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത് മീരെ ഓർത്ത് മാത്രമാ. നീ സ്വാർത്ഥനാണെന്ന് നിന്നെ വിശ്വസിക്കരുതെന്നും അല്ലി മീരയോട് കുറെ പറഞ്ഞതാ. പക്ഷെ അവള് നീയായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. നിന്നെ ഇപ്പോഴും അവള് സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. ഇനിയെങ്കിലും അവൾക്കൊപ്പം നന്നായി ജീവിക്കാൻ നോക്കടാ. ഇനിയും നിന്റെ നെറികെട്ട സ്വഭാവം കൊണ്ട് എന്റെയോ എന്റെ പെണ്ണിന്റെയോ പുറകെ വന്നാ ഇന്ന് ബാക്കി വെച്ച നിന്റെ ജീവൻ അന്ന് ഞാനങ്ങ് എടുക്കും. ദേവിന്റെ അപ്പോഴത്തെ രൂപം കാണെ സ്ത്രീയുടെ ഉള്ളെന്ന് കാളി. അവൻ പോലും അറിയാതെ മേലെ തലയനക്കി. ഒരു വർഷത്തിന് ശേഷം ശ്രീയുടെയും മീരയുടെയും വിവാഹം കഴിഞ്ഞു. മീര ഇപ്പോൾ ശ്രീക്കൊപ്പം അവന്റെ വീട്ടിലാണ്. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്ത് നിൽക്കുകയാണ് അല്ലി. കറുപ്പിൽ ചുവന്ന പൂക്കളുള്ള കോട്ടൺ സാരി ഭംഗിയിൽ ഉടുത്തിരിക്കുന്നു. കഴുത്തിൽ ലോക്കറ്റോട് കൂടിയ സ്വർണ്ണമാലയും കാതിലൊരു കുഞ്ഞ് കമ്മലും ഇട്ടിട്ടുണ്ട്. നീണ്ട മുടി മെടഞ്ഞിട്ടിട്ടുണ്ട്. ഇന്ന് ബസ് ലേറ്റ് ആണല്ലോ ടീച്ചറെ, അടുത്തേക്കുന്ന സുധീഷ് അല്ലിയോടായി പറഞ്ഞു. ശരിയാടാ, എന്താണെന്നറിയില്ല. കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ പഠിപ്പിക്കുന്ന കുട്ടിയാണ് സുധീഷ്. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്ന്. ജീപ്പിൽ നിന്നിറങ്ങിയ ദേവിനെ കണ്ടതും അവൾ അവനെ ഒന്ന് ചുണ്ടുകൂർപ്പിച്ച് നോക്കി. കയറ്, അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞവൻ. എവിടേക്ക്? ആരും ഉറ്റു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. എവിടേക്കാണെന്ന് പറഞ്ഞാലേ കയറത്തുള്ളൂ, മര്യാദക്കൊന്ന് വണ്ടി കയറി. കബളി ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. പോലീസ് ജീപ്പിൽ കയറാനുള്ള കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് പരിഭവത്തോടെ അല്ലി പറഞ്ഞു. കുറ്റം ചെയ്തില്ലെന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? അവൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവനെ നോക്കി. നീ ഒന്നാം തരം കള്ളിയാ, എന്റെ ഹൃദയം കവർന്ന പെരുങ്കള്ളി. മനസ്സിൽ നിറഞ്ഞ പ്രണയത്തോടെ അവൻ പറഞ്ഞു. അതിനുള്ള ശിക്ഷ തരാനാ വണ്ടി കയറാൻ പറഞ്ഞു. ആൾ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കയറി ടീച്ചറെ, സാറി ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞല്ലേ. അടുത്ത് നിൽക്കുന്ന സുധീഷ് ഇരുവരെയും നോക്കിക്കൊണ്ട് നാണത്തോടെ പറഞ്ഞു. അല്ലി അപ്പോൾ അവനെ നോക്കി കണ്ണുരുട്ടി. ശേഷം ദേവിന്റെ ഒപ്പം വണ്ടിയിൽ കയറി. സുധീഷ് ദേവിനെ നോക്കി ഓൾ ദി ബെസ്റ്റ് എന്ന് തംസപ്പ് കാണിച്ചു. തിരിച്ച് അവനെ നോക്കി കൈവീശി കാണിച്ചു ദേവ്. ദേവിന്റെ ജീപ്പ് പോയി നിന്ന് ബീച്ചിനടുത്തുള്ള റോഡിലേക്കായിരുന്നു. ഇറങ്ങ്, അവൻ പറഞ്ഞു. ഇതെന്താ പോലീസ് ജീപ്പിൽ ബീച്ച് കാണാനാണോ എന്നെയും കൂടി സാറ് വന്ന്? ചുറ്റിലും മിഴികൾ പായിച്ചുകൊണ്ട് കുസൃതിയോട് അല്ലി ചോദിച്ചു. ഒന്നും പറയാതെ അവനവളുടെ കൈയും പിടിച്ച് കടലിനടുത്തേക്ക് നടന്നു. നിനക്ക് വേണ്ടിയാണല്ലേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതും ഈ ജോലി നേടിയതും. ആരുമില്ലാത്തവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പോലും നീയാണ്. ദൂരെ കടലിലേക്ക് മിഴികൾ നട്ടുകൊണ്ടവൻ പറഞ്ഞു. ശേഷം അവിടെ മുമ്പിലായി മുട്ടൂത്തി നിന്നു. പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഡയമണ്ടിന്റെ റിങ് പുറത്തെടുത്തു. ഈ കടലിനെയും കരയും സാക്ഷിയാക്കി ഞാൻ ചോദിക്കുന്നു, നിനക്കെന്നെ ഇഷ്ടമാണോ? വിൽ യു മാരി മീ?
പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിന് മുമ്പിൽ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും നാണത്തോടെ ആ പൂച്ചക്കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, യെസ് ദേവ്, ഐ ലവ് യു സോ മച്ച്. എനിത്തിങ് മോർ ദാൻ എൽസ് ഇൻ ദിസ് വേൾഡ്. അത്രയും പറഞ്ഞവൾ അവൻ ആഞ്ഞു പുണർന്നു. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ശേഷം അവനോളെ വരിഞ്ഞു മുറുക്കി മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ശേഷം അവളുടെ വിരലിൽ മോതിരമണിയിച്ചു. ഇന്നാണ് ദേവിന്റെ അലിയുടെയും വിവാഹം. ദേവിന്റെ താലി ഏറ്റുവാങ്ങുമ്പോഴും അവന്റെ കൈവിരലിനാൽ അവിടെ സീമന്തരേഖ ചുവക്കുമ്പോഴും അവളിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഈ കാഴ്ച കണ്ട് രേണുക ആനന്ദത്താൽ മിഴിനീരൊപ്പി. മീരോടി വന്ന് അലിയെ കെട്ടിപ്പിടിച്ചു. തിരിച്ച് അലിയെ നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ട് നഷ്ടബോധത്തോടെ മണ്ഡപത്തിന്റെ ഒരു മൂലയിലിരിക്കുകയാണ് ശ്രീഹരി. അലിയെ ചേർത്ത് പിടിച്ച് അവളെ നെറുകയിൽ ചുംബിക്കുന്ന ദേവിനെ അവൻ അസൂയയോടെ നോക്കി. താനായി നഷ്ടപ്പെടുത്തിയവൾ, ഒരുപാട് വേദനിപ്പിച്ചവൾ. എന്നാൽ ഇന്ന് അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. അവൾ സന്തോഷിക്കട്ടെ. അവളുടെ ദൈവമൊത്ത് ഇനിയുള്ള കാലം സുഖമായിട്ട് കഴിയട്ടെ. അവന്റെ മനസ്സ് അവനോടായി പറഞ്ഞു. ദൂരെ നിന്നും പ്രണയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് മീര. അവളെ നോക്കി പ്രണയത്തോടെ അവനും കണ്ണു ചിമ്മി.